മെൻസിൻ്റെ ഷർട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. കട്ടിങ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റിച്ചിങ് ആണ്, അത് സെക്കൻഡ് പാർട്ടാണ്. സ്റ്റിച്ചിങ് 2 പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. സെക്കൻഡും ഉണ്ട്, തേർഡും ഉണ്ട്. കാരണം കുറേ ഉണ്ട് എടുത്ത് വന്നപ്പം, അപ്പോൾ ഞാനത് 2 പാർട്ടാക്കി ഇടാമെന്ന്. ഫസ്റ്റ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഷർട്ടിൻ്റെ കഫാണ്, ഷർട്ടിൻ്റെ സ്ലീവിൻ്റെ കഫാണ്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻവാസിൻ്റെ 10 ഇഞ്ച് വീതിയിലും 1.5 ഇഞ്ച് നീളത്തിലും വെട്ടിയെടുത്തിട്ട് ഒരു തുണിയിൽ തേച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ഞാനിവിടെ തയ്ക്കണത്. അതൊരു തുണിയിൽ വെച്ച് ഞാൻ തയ്ച്ചെടുക്കുവാണ്. ഇതുപോലെ ആദ്യം തന്നെ നമുക്കതിൻ്റെ സൈഡൊന്ന് പൊതിഞ്ഞ് തയ്ച്ചെടുക്കണം. പൊതിഞ്ഞ് തയ്ച്ച് കഴിഞ്ഞിട്ട് അതിനടിയിൽ വേറെ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഈ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കഫിൻ്റെ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഷേപ്പ് വരുന്ന ഭാഗത്ത് അതുപോലെ തന്നെ കുത്തി നിർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് മറിച്ചിട്ട് വരുമ്പോൾ ആ ഒരു ഷേപ്പൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു 4 ഇഞ്ച് അവിടെ നിർത്തിയിട്ട് ബാക്കി വെട്ടിക്കളയാം. ആ ഷേപ്പ് വന്നിരിക്കുന്ന ഭാഗത്താട്ടോ ഞാൻ വെട്ടുന്നത്. 4 ഇഞ്ച് മാത്രം ഞാൻ വെട്ടി മാറ്റുവാണ്. അത് തയ്ച്ചത് ശ്രദ്ധിച്ചാൽ മതി എവിടെ തയ്ച്ചിരിക്കുന്നതെന്നൊക്കെ. ജസ്റ്റ് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് 2 കഫും അതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചുരിദാറിൻ്റെ നെക്കിൻ്റെ സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തുമ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ, അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. കോളറും ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വേറൊരു തുണി വെച്ചിട്ട് ഈ ഒരു സ്റ്റിച്ചിങ് തന്നെയാണ് ചെയ്ത് മറിച്ചിട്ടെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിന് ശേഷം ഇതുപോലെ മടക്കി പിടിച്ച് മറിച്ചിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. അതുപോലെ തന്നെ മറിച്ചിട്ടെടുക്കുക. വേറൊരു എന്തെങ്കിലും വെച്ച് ഉള്ളിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ, അധികം കുത്തരുത് കേട്ടോ, അപ്പോൾ ഉള്ളിലോട്ട് കയറിപ്പോവും. പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ പതിച്ചടിച്ചെടുക്കുവാണ്. കഫ് ഞാൻ ആദ്യം റെഡിയാക്കി വെക്കുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്ക് അവസാനമാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. കഫ് 2 ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്യാൻവാസ് അവിടെ ഇവിടെ ഒന്നും കിടക്കത്തില്ല. അപ്പോൾ നമുക്ക് 2ഉം സെറ്റാക്കി എടുത്ത് വയ്ക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ റെഡിയാക്കി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. കോളറും ഉണ്ടെങ്കിൽ നമുക്ക് കോളർ ഇതിൻ്റെ ഒപ്പം തന്നെ റെഡിയാക്കി വെക്കാം. പക്ഷേ ഇപ്പം ഞാൻ കോളറ് അവസാനമേ വെട്ടുന്നുള്ളൂ. ഇനി നമ്മൾ സ്ലീവിൻ്റെ അവിടുത്തെ കൈ ലൂസില്ലേ, സ്ലീവിൻ്റെ കഫ് പിടിപ്പിക്കുന്ന സ്ഥലത്തുള്ള കൈ ലൂസാണിത്. നമ്മളൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു 5 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പീസ് ഇതുപോലെ ഒരു 2.5 ഇഞ്ച് വീതിയിലും 5ഉം 2ഉം 7 ഇഞ്ച് നീളത്തിലും കൂടെ ഇങ്ങനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ പിടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു ഭാഗത്താണ് ഇത് പിടിപ്പിക്കേണ്ടത്. കണ്ടോ, ഈ ചെറിയ വീതിയുള്ള സ്ഥലത്ത് അല്ല, വലിയ വീതിയുള്ള സ്ഥലത്താണ് ആ ഒരു പീസ് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അതിനൊപ്പം തന്നെ ഇവിടെ അവിടെ ഒന്ന് കുത്തി നിർത്തിയിട്ട് ജസ്റ്റ് ഇങ്ങോട്ടാക്കിയിട്ട് ഒരു ഇപ്പുറത്തെ 2 മടക്ക് മടക്കിയിട്ട്, ചെറിയ മടക്ക് മതി, 2 മടക്ക് മടക്കിയിട്ട് അതും കൂടി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. സ്ലീവിൻ്റെ തുണിയുടെ ഉൾവശത്താണ് നമ്മളിപ്പം ചെയ്തെടുക്കുന്നത് കേട്ടോ, റോങ് സൈഡാണത്. ഇനി ഇതുപോലെ മടക്കി വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക, അത് ശരിക്കും ഇടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് നല്ല വശത്തോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. തുണി നല്ല വശത്തോട്ട് തിരിച്ചിടുക. എന്നിട്ട് നമുക്ക് അപ്പോൾ ആ പീസ് നല്ല വശത്ത് വന്നിട്ടുണ്ടാവും. നല്ല വശത്താണ് നമ്മൾ അത് മടക്കി ഉള്ളിലോട്ടാക്കി വെച്ച് തയ്ച്ച് കൊടുക്കണത്. ഇതുപോലെ വെച്ചിട്ട് ഉള്ളിലോട്ടാക്കി ശരിക്കും അവിടെ ഒന്ന് മടക്കി നമ്മൾ തേക്കുന്ന പോലെ കൈ കൊണ്ടൊന്ന് തേച്ച് ഇതുപോലെ ഒന്ന് എടുത്താൽ ഒക്കെ നന്നായിട്ട് തന്നെ മടക്കിയിട്ടൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് തേച്ചെടുത്താൽ നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ തയ്ക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ കത്രിക കൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 4 ഇഞ്ച്. അപ്പോഴേ നന്നായിട്ട് ഇതുപോലെ മടങ്ങിയൊക്കെ ഇരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ബാക്കി ഞാൻ ഈ 2ാമത്തെ സ്ലീവാണ് ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് 2ാമത്തെ സ്ലീവാണ്. 2ാമത്തെ സ്ലീവിൽ നമുക്കത് ആദ്യം തയ്ക്കാൻ വരുന്നത് 2ാമത്തെ സ്ലീവ് ഓപ്പോസിറ്റ് സ്ലീവാണല്ലോ. അപ്പോൾ ഓപ്പോസിറ്റിൽ ആദ്യം തയ്ക്കുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ചെറിയ തുണിയുടെ പീസിൻ്റെ സൈഡ് ഞാൻ ആദ്യം തയ്ച്ചെടുക്കുവാണ്. അത് തയ്ച്ചെടുത്തിട്ട് മറ്റേ വലിയ പീസ് നമുക്ക് ആ സൈഡിലാണ് പിടിപ്പിച്ച് കൊടുക്കേണ്ടത്.
ഉണ്ട്. അതാണ് ഫ്രണ്ട് ഭാഗത്ത് വരുന്നത്. ഫ്രണ്ട് ഭാഗത്തെന്ന് വെച്ചാൽ അതാണ് ഫ്രണ്ടിലോട്ട് കിടക്കുന്നൊരു പീസിൻ്റെ വരുന്നത്. അപ്പോൾ ആ പീസ് ഞാൻ അവിടെ പിടിപ്പിച്ച് കൊടുക്കുവാണ്. അവിടെ കുത്തി നിർത്തിയിട്ട് ഉണ്ട് ഇതുപോലെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഉൾവശമാണ്, ഇത് റോങ് സൈഡാണ്. അതിലോട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കി ഇത് കാണിക്കുമ്പോൾ ഞാൻ ഫുള്ള് കാണിച്ചു തരാം. മറ്റേത് വിട്ടുപോയി കാണിക്കാനായിട്ട്, അതിൻ്റെ ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ടാട്ടോ. 2 സ്ലീവും ഒരേപോലെ തന്നെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ നേരത്തെ പോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉള്ളിലോട്ട് നല്ല വശത്തോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല വശത്തോട്ട് തിരിച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഇങ്ങനെ മടക്കുമ്പം ശരിക്ക് മടങ്ങി ചുളിവൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കത്രിക കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട. ഈ ഉൾഭാഗത്തിട്ടാ ഒരു 1/4 ഇഞ്ച് നേരത്തെ ചെയ്ത പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ തേച്ച പോലെ ആക്കിയാൽ മര്യാദയ്ക്ക് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സ്പീഡ് കൂട്ടാതെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പതിയെ ചെയ്താൽ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതുപോലെ വലിയ പീസ് വെച്ച് കൊടുത്തില്ലേ, ഒരു തുണി പീസ് വെച്ച് കൊടുത്തില്ലേ, അത് നമ്മൾ ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആ അറ്റത്തോട് ചേർത്ത് വെക്കരുത്. ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ആ 1/4 ഇഞ്ച് മടങ്ങിയ ഭാഗം ആ അറ്റത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് ഇതുപോലെ തന്നെ കവർ ചെയ്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കണം ആ മടങ്ങിയ ഭാഗം കണ്ട. എന്നാലും നമുക്ക് ആ കട്ടിങ്ങിൻ്റെ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം ശരിക്ക് കാണാതെ അതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് വരുള്ളൂ. കണ്ട, രണ്ടും കൂടി ഒരുമിച്ച് ആ ജോയിൻറ്റിങ് വരുന്ന ഭാഗത്ത് രണ്ടും കൂടി ഒരുമിച്ച് വെക്കണം. ഒരുമിച്ച് വെച്ച് നമുക്ക് തയ്ച്ചെടുക്കണം. ഉണ്ട്, എന്നാലേ അത് കവർ ചെയ്തിരിക്കുള്ളൂ. അല്ലെങ്കിൽ രണ്ടും 2 ഭാഗത്തോട്ട് നീങ്ങിയിരിക്കും. ഈ മടക്കി തയ്ക്കുന്നത് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട്, അതുപോലെ വെച്ചിട്ട് ഒരുമിച്ച് പിടിച്ച് വെച്ച് തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മളായ കട്ട് ചെയ്ത അറ്റം വരെ തയ്ച്ച് അവിടെ നിർത്താം. അവിടെ നിർത്തിയിട്ട് ഇതിന് ഇത്തിരി നീളം കൂടുതലുണ്ട്, ഞാനതൊന്ന് വെട്ടിക്കളയുവാണ്. 2 ഇഞ്ച് മതി. അപ്പോൾ അതൊന്ന് മടക്കി നമ്മുടെ സ്ലീവിൻ്റെ അവിടെ കണ്ടിട്ടില്ല ഒരു ഷേപ്പ്, ഒരു കോൺ പോലത്തെ ഒരു ഷേപ്പ് കണ്ടിട്ടില്ല, ആ ഷേപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 സൈഡൊന്ന് മടക്കി വെച്ചാൽ മതി, അപ്പോൾ ആ ഷേപ്പ് കിട്ടും. അപ്പോൾ ഷേപ്പാക്കിയിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഷേപ്പ് ഫുള്ളായിട്ടൊന്ന് ഒരു തയ്ക്കൽ മതി, ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഞാൻ ഫസ്റ്റ് തയ്ച്ചപ്പോൾ ഈ മടക്കി കവർ ചെയ്തടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് അങ്ങോട്ട് കുറച്ച് തുണിയിലും കുറച്ച് നീങ്ങി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മടക്ക് അങ്ങനെ നീങ്ങിയില്ല. ഫുള്ളായി അറ്റത്തോട്ട് കയറ്റി വെച്ചിട്ട് ഫുള്ള് ഇട്ട് മടക്കിയിട്ടിട്ട് ഞാൻ തയ്ച്ച്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതുപോലെ 2 സൈഡിലോട്ടായിട്ട് നിന്ന് കവർ ചെയ്ത് നിന്നില്ല, എങ്ങനെ ആയിട്ടും അടുക്കുന്നില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെ കിട്ടി. ഇത് നമ്മുടെ റൈറ്റ് സൈഡാണ്, നല്ല സൈഡാട്ടോ അങ്ങനെ വരുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ മോൾ ഭാഗം നമ്മൾ ഷോൾഡറിനോട് ജോയിൻ ചെയ്ത് ഷർട്ടിൽ ജോയിൻ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മടക്കി അടിക്കണം. അതുപോലെ ചെറുതായിട്ടൊന്ന് കുറച്ചൊരു 1/4 ഇഞ്ച് മടക്കി അടിച്ചാൽ മതി, അതിൽ കൂടരുത്. 1/4 ഇഞ്ച് തന്നെ ഇതുപോലെ നന്നായിട്ട് മടക്കി അടിക്കുക. നല്ല ഭാഗത്തോട്ട് മടക്കി അടിക്കണം കേട്ടോ, റോങ് സൈഡിലോട്ടല്ല, നല്ല ഭാഗത്താണ് ഞാനിപ്പോൾ ഈ മടക്കി അടിക്കുന്നത്. അപ്പോൾ നല്ല ഭാഗത്തോട്ട് മടക്കി അടിക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പം റെഡിമെയ്ഡ് ഷർട്ടും തയ്ച്ച് വരുന്ന ഷർട്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചുരിദാർ പോലെ ജോയിൻ ചെയ്ത് വെക്കുകയല്ല ചെയ്യണത്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ കാണുമല്ലോ, അപ്പോൾ ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണത്തില്ല. നല്ല വൃത്തിക്ക് തന്നെ അകവും പുറവും നല്ല ഷർട്ടിൻ്റെ അതുപോലെ തന്നെ ഇരിക്കും. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഷർട്ട് തയ്ക്കുന്നവർക്കൊക്കെ ഇതറിയായിരിക്കും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ചുരിദാർ തയ്ക്കാൻ ഒട്ടുമിക്ക പേരും ഷർട്ട് തയ്ക്കാൻ മടിയാണ്, പേടിയാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞ് ചെയ്യുന്നത് കേട്ടോ. ഇത് 1/4 ഇഞ്ച് തന്നെ മതി, അതിൽ കൂടുതൽ വേണ്ട. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് ബോറായിട്ട് ഇങ്ങനെ കൂടുതൽ വീതിയിൽ ഇരിക്കും. നമുക്ക് ആവശ്യമുള്ള വീതി മതി, ആ 1/4 ഇഞ്ച് വീതിയിൽ തന്നെ നമുക്ക് തയ്ച്ചെടുത്താൽ മതി. അങ്ങനെ 2 സ്ലീവും ഇതുപോലെ തയ്ച്ചെടുക്കുവാണ്. 2 സ്ലീവിൻ്റെയും ഷർട്ടിനോട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ 1/4 ഇഞ്ച് നല്ല വശത്തോട്ട് മടക്കി വെച്ച് ഫുള്ള് തയ്ച്ചെടുക്കുവാണ്. അത് രണ്ടും കാണിക്കുന്നില്ല, ഒരെണ്ണം കാണിച്ചാൽ മതിയല്ലോ, മറ്റേത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ ഷോൾഡർ കട്ട് ചെയ്തെടുത്തെന്ന് പറഞ്ഞില്ലേ, ആ കട്ടിങ് ആണിത്. അങ്ങനെ 2 ഷോൾഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നല്ല വശമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത്
ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ രണ്ട് സൈഡും ഒരേപോലത്തെ തുണി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഇത് കണ്ട്, ഈ ഷോൾഡറിൻ്റെ നല്ല വശമാണ് ഞാനിവിടെ എടുത്തിട്ടേക്കണത്. ഇനി നമ്മളുടെ ഷർട്ടാണ് എടുത്തിരിക്കുന്നത്. ഷർട്ടിൻ്റെ ബാക്ക് ഭാഗം, ബാക്ക് പീസാണ് ഈ എടുത്തിരിക്കുന്നത്. ബാക്ക് പീസിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് സെൻറ്ററാണ് ഒരുമിച്ച് വെക്കേണ്ടത്. ബാക്ക് പീസിൻ്റെ നല്ല വശം ഞാൻ മുകളിലാക്കിയാണ് വെക്കുന്നത്. ആദ്യം ഷോൾഡറിൻ്റെ നല്ല വശം മുകളിലാക്കി വെച്ചു, പിന്നെ ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിലാക്കി വെച്ചു. പിന്നെ നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുത്ത ഷോൾഡർ, ആ ഷോൾഡറിൻ്റെ ചീത്തവശം മുകളിലാക്കി വെച്ചു. അതായത് ഷർട്ടിൻ്റെ നല്ല വശവും നല്ല ഷോൾഡറിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്തിട്ട് വേണം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കണം. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എങ്ങനെ തയ്ക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് തയ്ക്കുവാണ്. ഇത് ഫുള്ളായിട്ടും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് ഞാൻ പ്രത്യേകം പറയണത്, സെൻറ്റർ മാർക്ക് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇതിനകത്താണ് ഞാൻ മാർക്ക് ചെയ്യണത് കാണിക്കുന്നുമില്ല, അതുകൊണ്ടാണ് മാർക്ക് ചെയ്യണത് പ്രത്യേകം പറയണത്. മാർക്ക് ചെയ്തിട്ട് വേണം ആ മാർക്കിങ് ഒരുമിച്ച് വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഷോൾഡർ ഇത്തിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത്, അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഈ ഷർട്ടിൻ്റെ ഒപ്പം വെച്ച് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഷോൾഡറിൻ്റെ മാത്രമല്ല, ഷോൾഡർ നമ്മൾ നേരത്തെ തുണി എടുത്തതിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല, ആ നെക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. ഇതുപോലെ നിവർത്തിയിട്ടിട്ട് കൈ കൊണ്ടൊന്ന് ഞാൻ തേച്ചെടുത്തിട്ടുണ്ടോ. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് തേക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒന്ന് ആക്കി, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേക്കണ പോലെ ഒന്ന് ആക്കി എടുക്കുക ചെയ്യണത്. അപ്പോൾ ആക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് വന്നോളും. കോട്ടൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കറക്റ്റായിട്ട് വരും. എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുവാണേ. പതിച്ചടിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് നെക്കും ഷോൾഡറൊക്കെ കറക്റ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഷോൾഡറിൻ്റെ ഒരുമിച്ച് ഇതുപോലെ വെച്ചിട്ട് 2 സൈഡും കൂടുതലുള്ളത് മാർക്ക് ചെയ്ത് നെക്കും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇപ്പം നമ്മൾ കൈ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൈയുടെ കഫ് മാത്രമേ വെക്കാനുള്ളൂ, അത് അവസാനം വെക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കഫ് വയ്ക്കാനായിട്ട്. 2 സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടേ കഫ് വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കഫ് വയ്ക്കാണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ സ്ലീവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷോൾഡർ 2 പീസും ബാക്ക് പീസിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴാണ് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഷോൾഡറും കൂടെ ജോയിൻ്റ് ആവുള്ളൂ. അപ്പോൾ അത് 3 പീസും കൂടെ ഒരുമിച്ച് ജോയിൻ്റായി വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഫ്രണ്ട് പീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ നമ്മളിതാ ബട്ടൺ വയ്ക്കുന്നതും ഭാഗം വിട്ടില്ല, 2 ഇഞ്ച് വിട്ടില്ലായിരുന്നു. 2 ഇഞ്ച് ഇത് ബട്ടൺ വയ്ക്കുന്നതാണ്. ബട്ടൺ വയ്ക്കുന്ന ഭാഗം ഞാനിത് മടക്കി അടിച്ചെടുക്കുകയാണ്. 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചെടുക്കുകയാണ്. ഒരു സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതുപോലെ താഴെ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ബട്ടൺ വയ്ക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റിച്ചിങ് മതി. ബട്ടൺ ഹോൾ വയ്ക്കുന്നിടത്ത് നമ്മൾ 2 സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്, 2 അറ്റത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു സ്റ്റിച്ചിങ് മതി. ഷർട്ടിൻ്റെ റൈറ്റ് സൈഡിലാണ് ബട്ടൺ വരുന്നത്. ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ ഹോളും പോക്കറ്റൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലത്തെ പീസാണ് നമ്മളിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ വെക്കണം, എങ്കിലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലെഫ്റ്റിലത്തെ എടുത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ മറ്റേ ബട്ടൺ ഉള്ളിടത്ത് പോക്കറ്റൊക്കെ കൊണ്ട് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് വീണ്ടും പണിയാവും. അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നെക്കിൻ്റെ ഭാഗം. ഇതുപോലെ കിട്ടും നമുക്ക്. ഇതായ ഷേപ്പിന് തന്നെ, ആ നെക്കിൻ്റെ ഷേപ്പിന് തന്നെ ഞാനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിലത്തെ പോക്കറ്റും ബട്ടൺ ഹോളും വരുന്ന ഭാഗമാണ്. കണ്ടോ, ഈ ബട്ടൺ ഹോൾ വരുന്നിടത്ത് ഞാൻ 1 ഇഞ്ച് മടക്കുമ്പം മടക്കിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ക്യാൻവാസ് വെച്ചിട്ടുണ്ട്. ഇതിൽ വെക്കുന്ന ഒരു ക്യാൻവാസാണ് ബട്ടൺ ഹോള് തയ്ക്കുന്നിടത്ത് വെക്കുന്ന ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ കിട്ടും. മാർക്ക് ക്യാൻവാസ് എന്നൊക്കെയാണ് ഇതിനെ പറയണത്, വേറെ പേരും പറയാറുണ്ട്. അപ്പോൾ ബട്ടൺ ഹോളിൻ്റെ ഉള്ളിൽ വെക്കുന്ന, ബട്ടൺ ഹോൾ തയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ വെക്കുന്ന 1 ഇഞ്ച് വീതിയിലുള്ള ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ വളരെ കനം കുറവാണ് ഇതിന്. അപ്പോൾ ഒട്ടിക്കുന്ന സൈസാണ്, നമ്മൾ തേച്ചൊട്ടിക്കുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ തേച്ചൊട്ടിച്ച് ഞാൻ ആദ്യം മടക്കിയൊക്കെ വെച്ചതാണ്. ഇത് ഞാൻ വീഡിയോ എടുത്തതായിരുന്നു, പക്ഷേ അത് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. വീഡിയോ കുറേ ഒന്നും കാണാനില്ല ഇതിനകത്ത്. അപ്പോൾ അതുപോലെ
ഇതും ഞാൻ തേച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. തേച്ചാൽ നമുക്ക് നന്നായിട്ട് തന്നെ മടങ്ങിയിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ മാറിയൊക്കെ പോവും തയ്ക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ തേച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ 2 സൈഡും ഞാനിതിൻ്റെ തയ്ച്ചെടുക്കുന്നുണ്ട്. ഇത് ബട്ടൺ ഹോൾ വരുന്ന ഭാഗമാണ്. അപ്പോൾ അത് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ പോക്കറ്റ് വെച്ച് കൊടുക്കാം. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, എല്ലാത്തിനും റിപ്ലൈ തരാം കേട്ടോ. പോക്കറ്റ് വെക്കാൻ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ലെങ്ത്ത്, നമ്മളുടെ ടോട്ടൽ ലെങ്ത്ത് ഉണ്ടല്ലോ, ആ ലെങ്ത്ത് ബൈ 4 അതിനെ 4 പാർട്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരു ഭാഗം എടുത്ത് +1 1 ഇഞ്ചും കൂടെ അതിനകത്ത് കൂട്ടിയിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് കിട്ടിയിരിക്കുന്നത് 9.5 9.5 അല്ല 8.5. അപ്പോൾ 8.5 ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെയും താഴ്ന്നാലും കുഴപ്പമില്ല കേട്ടോ, 9 ആയാലും കുഴപ്പമില്ല, ഞാൻ 8.5 എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ സൈഡിൽ നിന്ന് ഒരു 2.5 എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ്. നമ്മുടെ പോക്കറ്റൊക്കെ നമ്മൾ നേരത്തെ തന്നെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പോക്കറ്റ് തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1 ഇഞ്ച് മടക്കിയിട്ട് ഞാൻ ദേ ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കുവാണ്. അത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്തെടുത്തൊന്ന് ഫിറ്റ് ചെയ്താൽ മാത്രം മതി, സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ പോക്കറ്റിൻ്റെ ഒക്കെ സ്കെച്ച് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ കുറേ ഷർട്ട് തയ്ക്കുന്നവർക്കൊക്കെ എപ്പോഴും അല്ലെങ്കിൽ തയ്ക്കാൻ എളുപ്പത്തിന് സ്കെച്ചൊക്കെ ഉണ്ടാക്കി വെക്കാം. നല്ല ഷേപ്പിലൊക്കെ പോക്കറ്റിൻ്റെ സ്കെച്ച് ഉണ്ടാക്കി വെച്ചാൽ ഈ തുണിയിൽ സ്റ്റിച്ച് ചെയ്യാൻ, തുണിയിൽ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് എളുപ്പമായിരിക്കും. നമുക്ക് എപ്പോഴെപ്പോഴും അളവെടുത്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ട. പിന്നെ ആണെങ്കിൽ 2 പോക്കറ്റ് വയ്ക്കുന്നവരുണ്ട്, ഉള്ളിൽ 1 പോക്കറ്റ് വയ്ക്കും, ഇത് പുറത്തൊരു പോക്കറ്റ് വയ്ക്കും, അങ്ങനെ 2 പോക്കറ്റ് വയ്ക്കുന്നവരുണ്ട്. പിന്നെ 2 സൈഡിലും പോക്കറ്റ് വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഓരോ ഇഷ്ടങ്ങൾക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഓരോ മോഡൽ പോക്കറ്റ് ഉണ്ട്, കവറിങ് ഉള്ള പോക്കറ്റ് ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിന് വെക്കാം. പോക്കറ്റിൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടിട്ടില്ലേ 2 ഒരു കുഞ്ഞി പെട്ടി പോലെ, അപ്പോൾ അത് ആദ്യം തയ്ച്ച് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിൽ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, എല്ലാം അതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ തയ്ച്ചിട്ട് ഇതുപോലെയൊക്കെ തയ്ച്ചിട്ട് നന്നായിട്ട് കിട്ടിയൊരു ഷർട്ടാണിത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. പല വീഡിയോയിലും പലതാണ് കാണിക്കുന്നത്. അപ്പോൾ പല വീഡിയോയിൽ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പിന്നെ തയ്യൽ കടയിൽ പോയി മെൻ ഷർട്ടിൻ്റെ കടയിൽ പോയി ഷർട്ട് തയ്ക്കുന്ന ചേട്ടനോട് കുറേ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഞാൻ വേറെ ഒക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നെക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ആ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്ന് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ അളവൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, അത് ഇതിൽ പറഞ്ഞാൽ മനസ്സിലാവും തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് ഷർട്ട് തയ്ക്കുമ്പം ആ ചേട്ടൻ പറഞ്ഞു തന്ന പോലെ നെക്കൊക്കെ എടുത്തിട്ട് നെക്ക് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, 15 കോളറാണെങ്കിൽ 15 സൈസ്. അത് അവരുടെ ചെയ്ത് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ എക്സ്പീരിയൻസിൽ അവർക്ക് കിട്ടുന്ന ഓരോ അളവുകളാണ്. നമ്മളിപ്പോൾ കോളർ ബൈ 5 ഒക്കെ എടുത്തിട്ട് നെക്ക് ചെയ്യുമ്പം അതിന് പകരം അവർക്ക് ചെയ്ത് കിട്ടിയൊരു എക്സ്പീരിയൻസിൽ നിന്ന് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അതായത് 15 കോളറാണെങ്കിൽ 15 സൈസുള്ളൊരു കോളറാണെങ്കിൽ നമ്മൾ നെക്ക് എടുക്കേണ്ടത് 2.5. അപ്പോൾ 2.5 നെക്ക് എടുക്കുമ്പോൾ അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും തോന്നുള്ളൂ. കാരണം 2.5 നെക്ക് എടുക്കുമ്പോൾ 15, 15.5, 16 അങ്ങനെയാണ് കോളറിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അര ഇഞ്ച് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ നെക്കിൽ 1/4 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഞാനിത് 2 പാർട്ടായിട്ടാണ് സ്റ്റിച്ചിങ് പാർട്ട് ഇടുന്നത്. അപ്പോൾ അടുത്തതിൽ കോളറൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒന്നും കൂടെ കറക്റ്റായിട്ട് നെക്കിൻ്റെ ഇതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്